ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ കേട്ടിട്ട് കുറച്ച് ഡേയ്സ് ആയല്ലേ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൺമണിയുടെ ബർത്ത്ഡേ ബുധനാഴ്ചയാണ്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൂടെ കൊടുക്കാൻ കണക്കിന് അവൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബോയും സ്ലൈഡും അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കിവിടെ ഒരു കുഞ്ഞു വാവയുണ്ട്, ജിയാനി കുഞ്ഞ്. അപ്പോൾ അവൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോയും ഒരു സ്ലൈഡും കൂടെ ചെയ്യാവേ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടാണ്, പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതാണ്. പിന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു 5 മിനിറ്റിനകത്ത് ഞാൻ ഈ വീഡിയോ നിർത്താവേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കൂടെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് 800 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബറിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ആ ഭാഗ്യവതി. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നതേ പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കാനും നമുക്ക് പറ്റും. അതായത് എനിക്ക് ഇതിൽ യാതൊരു സ്കില്ലും മുന്നേ ഇല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞു കുട്ടികളായാലും വേറെ പ്രശ്നമില്ല. 700ൻ്റെ ഒരു ഗമ്മും പിന്നെ ബോയുടെ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, 5 രൂപയേ ഉള്ളൂ. അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന മുത്ത്, ഡ്രസ്സിലൊക്കെ ഇല്ലേ, ആ ഒരു പഴയ ഡ്രസ്സിൻ്റെയൊക്കെ സൈഡിലൊക്കെയുള്ള ആ ഒരു ലേസ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനൊരുപാട് മുതൽ മുടക്കോ അങ്ങനെയൊന്നുമില്ല. ഇത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വലിയ ഷോപ്പിൽ പോയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫ്രെയിമൊക്കെ മേടിച്ച് അതിൽ സൈഡിൽ വെക്കുന്ന ആ കുഞ്ഞ് ബീഡ്സൊക്കെ കിട്ടും. അതൊക്കെ വളരെ തുച്ഛമായ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മേടിച്ചിട്ട് ചെയ്താലും യൂസ്ഫുള്ളാണ്, നിങ്ങൾക്കൊരു ഏണിങ്സും ആവും. പിന്നെ സമയമൊന്നും ഒട്ടും പോകാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു സമയവും പോകും. പിന്നെ നമുക്കൊരു ഹോബിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമാണ്. ഇത് ഓരോന്നിനും 5 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഞാൻ ചാല മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഈ സ്ലൈഡിൻ്റെ ഈ ഒരു ഫ്രെയിം 2 രൂപയാണ്. പിന്നെ ഇതില്ലേ, ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതാണേ, ഇതും 2 രൂപയാണ്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഇത് ഓരോന്നിനും 3 രൂപ വെച്ച് മേടിച്ചതാണ്. നമ്മൾ ഈ ഒരു ബോ നമ്മൾ മാർക്കറ്റിലൊക്കെ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളൊരു 30-40 ആ റേറ്റൊക്കെ കൊടുക്കണം. യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു 20 അത്ര രൂപയൊക്കെ ആവത്തുള്ളൂ. അപ്പം നമുക്കിതെല്ലാം നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ഒരുപാട് കഷ്ടപ്പാടില്ല, കുറച്ച് ടൈമേ യൂസ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ക്യാഷും ലാഭിക്കാം. പിന്നെ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ഐഡിയാസൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. കൺമണിയുടെ ബർത്ത്ഡേയുടെ തീം എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അപ്പോൾ അവൾക്ക് എല്ലാ വർഷവും സർപ്രൈസ് ആയിട്ടല്ല, അവളെ കൂടെ കൊണ്ടുപോയാണ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയരുത്, ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസ് ആയിട്ട് തരണം, അങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടൊരു ബോ, അന്ന് അവൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കളർ മാച്ചായിട്ടുള്ളൊരു ബോ ചെയ്യാവുന്നതാണ്. അതായത് ഏതാണ്ട് ഈ ഒരു ബ്ലൂ ആണ്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൽ ബോ ചെയ്തെടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗമ്മാണ്, 7000ൻ്റെ. ഇത് ഒരൊറ്റ ട്യൂബേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു, കൊള്ളാം, നല്ലൊരു ഗമ്മാണ്. ഫസ്റ്റ് തന്നെ ബോയുടെ ഫ്രെയിം എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈ പെൻഡൻറ്റ് വെക്കാനുള്ളത് അവിടെയൊക്കെ ഗമ്മ് ആക്കണം. അതിനുശേഷം ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഈ പെൻഡൻറ്റ് ഒട്ടിക്കാവൂ. എങ്കിൽ മാത്രമേ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വെച്ച ഉടനെ തന്നെ ഇളകിപ്പോവും. നേരത്തെ ഞാൻ വെച്ചില്ലേ, ആ പെൻഡൻറ്റിൻ്റെ പേര് നവരത്ന പെൻഡൻറ്റ് എന്നാണ്. ഇത് ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ നമ്മൾ സ്ലൈഡിലും ബോയിലും ഒക്കെ വയ്ക്കുന്ന പെൻഡൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ സൈസിനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലെ എല്ലാ കളറിനും ഏതാണ്ട് ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്. ഞാൻ അതേ സെയിം കളറിൽ തന്നെയാണ് ഈ സ്ലൈഡും ചെയ്തെടുക്കുന്നത്. അതായത് 2 പേർക്കും അവരുടെ ബോയ്ക്ക് മാച്ചായിട്ടുള്ള സ്ലൈഡാണ് ഇത്. പിന്നെ എക്സ്ട്രാ ഞാൻ വേറൊരു ഇതുകൂടെ മേടിച്ചായിരുന്നേ, ഒരു പ്ലാസ്റ്റിക്കിലുള്ളത്. അത് ക്രിസ്മസിനൊക്കെ വയ്ക്കാനാണ് യൂസ്ഫുള്ള്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അതും കൂടെ ഞാൻ ചെയ്തെടുക്കുകയാണ് ഇത്.
ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് കണ്ടാലോ? കണ്ടോ? നല്ല ഭംഗിയില്ലേ? നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെയാണ്. അതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നമുക്ക് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.